കുഴൽപ്പണവുമായി 50കാരി പിടിയിൽ. പിടിയിലായത് നിരന്തരം പണമിടപാട് നടത്തിയ സ്ത്രീ. രേഖകൾ ഇല്ലാതെ അനധികൃത ഇന്ത്യൻ കറൻസിയുടെ 15 ലക്ഷം രൂപയുമായി തിരൂർക്കാട് സ്വദേശിനി പരേതനായ മാടായി മുസ്തഫയുടെ ഭാര്യ മുംതാസ് ലൈലയാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 പട്ടാമ്പി റോഡ് SBI ATMന് മുൻവശമാണ് സംഭവം. ഒരു ബാഗ് നിറയെ പണവുമായി SBI ATMിൽ വന്ന യുവതി CDM വഴി വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് പെരിന്തൽമണ്ണ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ SI ഷിജോ C തങ്കച്ചന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് അനധികൃത പണവുമായി ഒരു സ്ത്രീ നിൽക്കുന്നത് കാണുകയും പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടി ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരികയായിരുന്നു. ഇവർ ഇത്തരം പണമിടപാട് സംഘത്തിൽ നിരന്തരമായി പ്രവർത്തിച്ചു വരുന്ന സ്ത്രീയാണെന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലായതായി പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകർ അറിയിച്ചു. അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ണികളെക്കുറിച്ചും വിശദമായി അന്വേഷണം നടത്തുമെന്നും SHO അറിയിച്ചു. അന്വേഷണ സംഘത്തിൽ SIക്ക് പുറമെ CPOമാരായ സ്മിത, ഗ്രീഷ്മ, ജിതിൻ, സജി, ബിബിൻ എന്നിവരും ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി ജയിലിൽ റിമാൻഡ് ചെയ്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.